പെട്ടെന്ന് ഇറങ്ങി വാ. ആൾക്കാർ കണ്ട അതിതും വിചാരിക്കും. എനിക്കാണെങ്കിൽ പറഞ്ഞു മാവുന്ന പെമ്പിള്ളേരെ ഇറക്കി മുൻ പരിചയം ഒന്നും ഇല്ല. ഇറങ്ങിയല്ലോ. ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്കറിയാം എന്നോട് ഇഷ്ടാണെന്ന്. ഇത്ര സൊല്ലാന്ന് വിചാരിച്ചതാ. ആ കുരങ്ങൻ വരുന്നുണ്ട്. ഈശ്വര രക്ഷപ്പെട്ടു. എന്തിനാ ഭാഗവതരെ ഞങ്ങളോട് ഒളിച്ചുകളി പ്രേമം? പ്രേമമില്ല, ഒരു മണ്ണാൻ കട്ടിയില്ല. എന്താടാ ഒരു കുറവ്? ഓ നിന്റെ മനസ്സ് നിറയെ അമേരിക്കൻ മതാമയാണല്ലോ. ആണെങ്കിൽ എന്നാ ശരി, പിന്നെ കാണാം. എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യമുള്ള. ഓ ഒന്ന് നിന്നേ. വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും നോക്കാൻ ഇനി നിനക്ക് ധാരാളം സമയമുണ്ടല്ലോ. മനസ്സിലായില്ല. പണി പോയത് ഞാൻ അറിഞ്ഞു. പണിയില്ലാത്ത കൂട്ടുകാരനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ആ കൊച്ചു പ്രേമന്റെ പണി കൂടി പോയാ പിന്നെ നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിക്കാലോ. നീ പേടിക്കണ്ട, കൊച്ചു പ്രേമന്റെ പണി അങ്ങനെ ഒന്നും പോവില്ല. അവനിപ്പോ ഗർഭരസായനം വിറ്റ് ഓടി നടക്കുന്നുണ്ടാവും. ഇന്ന് പാറു ചേച്ചിയുടെ കൂടെ പട്ടം പറപ്പിക്കാൻ പോയ വിവരം മാമൻ അറിഞ്ഞിട്ടുണ്ടാവോ? അതെ ചേച്ചി, എനിക്കും അതാ പേടി. വായനക്കിടെ എന്താ വർത്താനം? ഒന്നുമില്ല പപ്പ. അമ്മേ ദേ മാമ വന്നു. ആഹാ, ഇതാ ചേച്ചി കുറച്ച് പലഹാരം കുട്ടിയെ കൊടുത്തേക്ക്. വാങ്ങിക്കുമോളെ, ഇന്ന് ഉദ്യോഗക്കയറ്റം കിട്ടിയ ദിവസമല്ലേ, സന്തോഷം കൊണ്ട് കൊണ്ടുവന്നായിരിക്കും. മക്കളെ ഇനി വന്നേ. ഇതകത്തോണ്ട് വെച്ച് കഴിച്ചോ. സ്ഥാപനം നടത്തുന്നവര് പറഞ്ഞനുസരിച്ചാ പോരാ, സംഗീതം വളർത്താൻ നടക്കുന്നു. വളർത്തിക്കോ, ഇനി ഇവിടെ ഇരുന്ന് വളർത്താലോ. അച്ഛാ എന്റെ ഭാഗത്തല്ല. വേണ്ട, കൂടുതൽ വിസ്തരിക്കണ്ട. സംഗീത വിദ്വാനല്ലേ എന്റെ മകൻ, കൂടുതൽ വിസ്തരിക്കാൻ എളുപ്പമാ. സ്ത്രീധനത്തുക കൊടുക്കാൻ കഴിയാതെ നിന്റെ ഈ പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കുക. മറ്റൊരെണ്ണം കല്യാണപ്രായമായി നിൽക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീണ്ടും വിചാരം നിനക്കുണ്ടായിരുന്നെങ്കിൽ ജോലി കളഞ്ഞിട്ട് വരില്ലായിരുന്നു. എന്റെ കാര്യം കള. ഇല്ല അച്ഛാ, സംഗീതത്തെ പറ്റി ഒരു വിവരം ഇല്ലാത്ത ആളാ ഫാദർ. ഏട്ടനെ പറഞ്ഞു വിട്ടതിൽ കുട്ടികൾ എല്ലാരും ക്ഷോഭിച്ചിരിക്കുക. കൊള്ളാം, ഇങ്ങനെ വേണം സഹോദര സ്നേഹം. അച്ഛനെ തോൽപ്പിക്കാൻ മക്കളല്ല ഒറ്റക്കെട്ട്. അതൊക്കെ വെറും തോന്നല. അവൻ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും. കിട്ടും, എടുത്തു വെച്ചിരിക്കല്ലേ. ഇവിടെ ആരും പട്ടിണി കിടക്കാതെ ഞാൻ നോക്കിക്കോളാം. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. കൊള്ളാം, ഈ തന്റെ എന്നും എന്റെ മോനുണ്ടായാ മതി. നീ വന്ന് എന്തേലും കഴിക്കാൻ നോക്ക്. ഞാൻ മരുന്നവഴി രാജപ്പമാമനെ കണ്ടിരുന്നു. അത്യാവശ്യമായി ഏട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെല്ല്. അനന്തരവന്റെ പണി പോയ പോലും ആ പെൺകോന്തൻ അറിഞ്ഞു കാണും. അവിടെ ഒരു പട്ടിയുള്ളതല്ലേ, അതിനെ കുളിപ്പിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ആയിരിക്കും. കേസും വഴക്കും പറഞ്ഞു ഉള്ള സ്വത്തെല്ലാം വിറ്റ് തൊലച്ച് ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാ പട്ടിയെ പരിചരിക്കുന്നത്. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? പറയട്ടെ, പല്ല് കൊഴിഞ്ഞ തന്തമാരോടല്ലേ പറയാൻ പറ്റൂ. പറഞ്ഞതല്ല, അച്ഛൻ പറയിച്ചതാ. എന്താടാ? ആ കൊച്ചുപ്രേമൻ ഇവിടെ എങ്ങനെ വന്നോ? ഇല്ല. എന്തേ? നാട്ടുകാര് തല്ലാൻ ഓടിക്കുന്നിടക്കെ അവൻ എങ്ങോട്ടോ മുങ്ങി. അയ്യോ, മുങ്ങിയെങ്കി ഇനി എവിടെ പൊങ്ങും? ഞാനിവിടെ ഉണ്ട്. ഇതെന്തു പറ്റിയടാ? ചതിച്ചടാ. എന്റെ സന്താനവർദ്ധനി ചതിച്ചു. നിന്റെ സന്താനവർദ്ധനി കഴിച്ച് ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭം. ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ. പക്ഷെ ഗർഭിണി അല്ലടാ, ഗർഭണനാ. എന്റെ സന്താനവർദ്ധനി കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം, നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട. അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർദ്ധിനി? പുകയിലെ ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ സത്യം പറയാൻ ആളുകൾ സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാൽ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? പറക്കും. കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാത്ത ഒരുത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞൊരുത്ത സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ടും മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങി ചാവാൻ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. നിന്റെ കരുനാക്കൊല്ലം ഫലിച്ചാണല്ലോ. കൊല്ലും ഞാൻ.
കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവി പ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്? ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. ഗുരുവായൂരപ്പ, ശിവനെ, ആണ്ടവനെ, സുബ്രഹ്മണ്യ സ്വാമി, ഭഗവാനെ. എന്റെ ജോത്സ്യരെ, ഈ ദൈവങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയാ പിന്നെ നമുക്ക് കള്ള് കിട്ടാതാവും. എടാ എടാ, ഞങ്ങളുടെ ദൈവങ്ങളെ എവന്റെ ഈ പുളിച്ച കള്ളു കുടിക്കുന്ന പാർട്ടിയല്ല. അവര് നല്ല ഒന്നാം തരം സ്കോച്ചാ വീശുന്നേ. സംശയം ഉണ്ടെങ്കിൽ പറ, ഭാസ്കരൻ നായർ കവടി തരത്തിൽ കാണിച്ചു തരാം. കബഡി കൊണ്ട് ഇത്തരം ചീപ്പ് കാര്യങ്ങൾ നോക്കരുത്. ഓ, ചീപ്പായാലും കൊള്ളാം, കോപ്പായാലും കൊള്ളാം. ഭാസ്കരൻ കവടി എടുത്താ ഉറപ്പാ അച്ചട്ടാ. എനിക്കൊരു വിവരം അറിയാനുണ്ട്. ദക്ഷിണയായി കള്ളിന്റെ കാശ് കൊടുത്താ പറയാം. കാര്യം പറ. തൊട്ട് നിൽക്കാനൊന്നും ഇല്ലേ? ഓ, രാവിലെ തന്നെ കൂപ്പിരിക്കാൻ. എന്താ നായരേട്ടാ, ജലദോഷമാണോ വിക്സ്? പിന്നെ സാധാരണ ഡ്യൂക്ലി കുടിയന്മാരെ പോലെ വാരി വലിച്ചു കുടിക്കാൻ എനിക്ക് പറ്റില്ല. കുടിക്കുന്നെങ്കിൽ എന്തെങ്കിലും തൊട്ട് നക്കി ഡീസന്റ് ആയി കുടിക്കണം. തൊട്ട് നക്കാൻ ഈ കൊശവന്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് വിക്സ് തൊട്ട് നക്കി. ആ പറ, നിന്റെ കാര്യം പറ. 7 വർഷക്കാലമായി നായരേട്ട ഞാനും വാസന്തിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല. എന്തിനാടാ കുഞ്ഞിക്കാല് കാണാൻ നിൽക്കുന്നേ? നല്ല മുഴുത്ത കാല് തന്നെ കാണ്. കൊല്ല കോഴിക്കാലോ ആട്ടിൻകാലോ. മനസ്സ് നൊന്തിരിക്കുമ്പോ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം പറഞ്ഞുതരൂ നായരേട്ടാ. എന്താടാ നാരായണ നിന്റെ നക്ഷത്രം? മൂലം. ആ, നിന്റെ മൂലത്തിൽ പ്രശ്നമുണ്ടാ? മോഹം കണ്ടാ തന്നെ അറിയാം. ആ മൂലമല്ല, ഈ മൂലം. മൂലം 3. തന്മൂലം, പൊന്മൂലം, മുടിമൂലം. നീ മുടിമൂലമാ. എന്താണ് അതിന്റെ ഭാര്യയുടെ നാള്? ചോദി. ആ, ഭാഗ്യവതി. ആരെന്ത് ചോദിച്ചാലും കിട്ടും. നാരായണന്റെ നക്ഷത്രപ്രകാരം ഈ ജന്മത്ത് നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് സന്താന ഭാഗ്യം കാണുന്നു. അതിനൊരു പരിഹാരക്രിയ ചെയ്യണം. എന്ത് പരിഹാരക്രിയ വേണേലും ചെയ്യാം നായരേട്ടാ. ഒറ്റ പരിഹാരമേ ഉള്ളൂ. നീ നിന്റെ ഭാര്യ വാസന്തിയെ മറ്റാരെങ്കിലും കൊണ്ട് കെട്ടിക്കണം. സർവം ശുഭം ഭവന്തു. നിങ്ങൾ 2 നില വീട് പണിയാണല്ലേ ഉദ്ദേശിക്കുന്നത്? അയ്യോ, ജോത്സ്യർക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതാണ് ഭാസ്കരൻ നായർ. കവിടി 2ആയിട്ടാണ് പ്രശ്നത്തിൽ കാണുന്നത്. എന്റെ ഈശ്വര, എന്തൊരത്ഭുതം! എന്താ ജോത്സ്യരെ? നിങ്ങൾ ആകെ ഇരട്ടയായിട്ടാ ഞാൻ കാണുന്നത്. നിങ്ങൾ 4 നില വീട് വെച്ചാലും അത്ഭുതമില്ല. സർവരും ഇരട്ടയാ. അതെ, അച്ഛനിപ്പോ എല്ലാം ഇരട്ടായി തോന്നുന്നതേ രാവിലെ ഗോപാലന്റെ ഷാപ്പിൽ പോയി വലിച്ച കള്ള് മോന്തിയതുകൊണ്ടാ. ഏറണം കെട്ടവളെ. വളിച്ചതല്ല പുളിച്ച കള്ളു കുടിച്ചാലും എന്റെ ജോത്സ്യം തെറ്റത്തില്ല. പറഞ്ഞതാ. എടുക്കോ? എടുക്കാനാണെങ്കിൽ എന്റെ ഒരുപാടുണ്ട്, കാണിക്കട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ കാണിച്ചാ മതി.
എന്തിനാ സാറേ പിന്നെ ആക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ദേ മനുഷ്യ എന്നൊക്കെ പോകാം. വരുന്നവർക്കെല്ലാം എന്റെ മരുമോള് കാണിച്ചു കൊടുത്ത് എന്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരാതായിട്ടുണ്ട്. അതെ, എന്റെ ഭർത്താവിന്റെ അച്ഛാ, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നതേ ഓരോരുത്തരുടെയും കഴിവാ. 3 മാസം കൂടുമ്പോ 600 രൂപ അടച്ചാ 10 വർഷം കൂടുമ്പോ ഇരട്ടിയാകും. അതാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകത. ഇൻഷുറൻസ് ആയിരുന്നോ? പിന്നെ സാറെന്തോ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഇൻഷുറൻസ് ആയിരിക്കും. ജനാർദ്ദൻ എന്താ രാവിലെ ഇതെവിടെ പോയിട്ട് വരുന്നു? എന്റെ മോൻ എന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഇന്നുണ്ടോടാ നിനക്ക് നൈറ്റ് ഡ്യൂട്ടി? ഉണ്ടച്ചാ. ജനുവേട്ടൻ വന്നിട്ട് പോകാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ വീട്ടുകാര്യവും കുട്ടികളെയൊക്കെ ഭർത്താവ് നോക്കുമായിരിക്കും. അതിന് കുട്ടികളുണ്ടായിട്ട് വേണ്ടേ നോക്കാൻ? സുമുഖി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ? ഇതുവരെ ഒന്ന് നിന്നേ. സുമുഖി, വൈകിട്ട് നേരത്തെ വരണേ. നീ വന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ചേട്ടൻ എന്നെ കാത്തു നിൽക്കണ്ട. ഇന്ന് 5-6 പേര് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ താമസിച്ചേ വരൂ. കുട്ടികളില്ലാത്തവർക്ക് പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്ന ജോത്സ്യർ എന്തേ സ്വന്തം മകന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാത്തത്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വന്തം മക്കളോടെല്ലാം തുറന്നു പറഞ്ഞു കൊടുത്താലും എന്താ പ്രയോജനം? ദേ കണ്ടില്ലേ, ഭാര്യ ഡേ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഭാര്യ വന്നു കയറുമ്പോ ഭർത്താവ് പോവും. രണ്ടുപേരും രഹസ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയാലല്ലേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമാവൂ. അപ്പോ വീട് പണി തുടങ്ങാല്ലേ ജോത്സരെ? തുടങ്ങിക്കോളൂ, തുടങ്ങിക്കോളൂ, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ദക്ഷിണ. മോളെ, എന്താ അച്ഛാ? അച്ഛൻ ഇത്തിരി കാപ്പി എടുത്തേ. തയ്യൽ ക്ലാസ് പോകാൻ തുടങ്ങുമ്പോഴാ അച്ഛനൊരു കാപ്പി. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇറങ്ങാം. എന്റെ കബഡി ഭഗവതി, ഇതിനൊക്കെ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കബഡി നിരത്തി പ്രശ്നം വെച്ചിരുന്നെങ്കിൽ ഒന്നിന്റെ തലവട്ടം കാണത്തില്ലായിരുന്നു. ഇനി എന്താ കാപ്പി? ഗോപാലന്റെ ഷാപ്പ് തന്നെ ഹാപ്പി.